നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണ് അവരുടെ സിറ്റുവേഷൻ, എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, മാരേജ് സിറ്റുവേഷനുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ കാണുക കേട്ടോ ഈ റീഡിങ്. ഇല്ലെങ്കിൽ വെറുതെ ആ ഒരു എനർജി കൂടി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൈൻഡ് കൂളാക്കി വെച്ചിട്ട് നിങ്ങൾ റീഡിംഗ് കാണാം കേട്ടോ. പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഏസ് ഓഫ് കപ്സ് ആണ് ഈ ഒരു എനർജി. കുറേ കാലമായിട്ട് വന്നിട്ടില്ല, ഇപ്പോഴാണ് വരുന്നത്. ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അവർ സത്യസന്ധമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ്, നാഗ റൊമാൻറ്റിക് മൂഡിലാണ് കേട്ടോ. ദ ഫുൾ കാർഡ്, the Empress, Page of Wands, King of Pentacles, Five of Swords, the Emperor. ഇവിടെ എംപററും എംപ്രസും കപ്പിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷൻ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഈ രണ്ട് കാർഡ്സും കപ്പിളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 10 ഓഫ് കപ്സ് എനർജിയാണ്. നയൻ ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് പെന്റിക്കിൾസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കപ്പിൾസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്, അതായത് എംപററും എംപ്രസും. ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അവർക്ക് സത്യസന്ധമായിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആൾ നിന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ഒരു ചീറ്റിംഗ് എനർജി ആയിട്ടാണ്. ബാക്കിയെല്ലാം നല്ല കാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചീറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അതല്ലാതെ ഇവർ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഇവർ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയതല്ല. ഇവരെ ചീറ്റ് ചെയ്തതാണ് തേർഡ് പാർട്ടി എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ഈ സിറ്റുവേഷനിൽ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവരത്രയും ഭയപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ ഇഷ്ടത്തിനല്ല ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അവർ ഒരു ഭയപ്പെട്ടിട്ട് ഇവരെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവർ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് യാതൊരു ഇമോഷണൽ കണക്ഷനും കാണുന്നില്ല. അവരുടെ ഇഷ്ടത്തിന് പോയി വീണ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ അത് അവരെ ചീറ്റ് ചെയ്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോയതാണ്. അതല്ലെങ്കിൽ ഇവരുടെ പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് ചീറ്റ് ചെയ്ത് അവിടെ നിർത്തുവാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അവരെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരാതെ കൺട്രോൾ ചെയ്ത് നിർത്തുവാണ് അവിടെ എന്നാണ് കാണിക്കുന്നത്.
ഇവിടെ ബാക്കി എല്ലാ കാർഡ്സും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു, ഒരു സ്നേഹമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ഈ പേഴ്സൺ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ആൾ സത്യസന്ധമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ എംപറർ കാർഡ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് അത്രയും സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങളോട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. അവരുടെ ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എല്ലാം മനസ്സ് തുറന്ന് പറഞ്ഞോളന്നില്ല, പക്ഷേ അവരത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരൊരു സെൽഫ് ഗ്രോത്തിൽ വന്നൊരു പേഴ്സണാണ്. അതായത് ഫിനാൻഷ്യലി ഓക്കെ ആണ് അവർ നല്ലൊരു കരിയർ പൊസിഷനുള്ള ഒരു പേഴ്സണാണ്. സമൂഹത്തിന് മുൻപിൽ നല്ലൊരു ഇമേജ് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ അവരിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത്. അവർ ഈ ഒരു എംബ്രസ് എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. അവർ ഇനിയിപ്പോൾ മെയിൽസ് ആണെങ്കിൽ എംബറർ എനർജിയിലാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ ഒരു കപ്പിൾ കാർഡും ഇവിടെ ഈ ഒരു ഫാമിലി കാർഡും കൂടി വന്നാൽ തന്നെ നിങ്ങളോട് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല ഏസ് ഓഫ് കപ്സ് എനർജി, കിങ് ഓഫ് കപ്സ് എനർജി ഒക്കെ കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രെങ്തൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവരൊരു ചീറ്റിങ്ങിൻ്റെ പുറത്താണ് അവിടെ നിൽക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരും. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ വരും. കാരണം ഈ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ്, നിങ്ങളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അവർ ചീറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ ഇവരോട് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ദ വേൾഡ് കാർഡാണ്. ഒരു ചേഞ്ച് വരുമെന്നാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഫൈവ് ഓഫ് വാൺസ് ആണ്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസും വന്നു, കിങ് ഓഫ് പെന്റിക്കിൾസും വന്നു. കണ്ടോ, രണ്ട് കപ്പിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇതൊരു കപ്പിൾ എനർജിയാണ്. അതുപോലെ തന്നെ കപ്പിൾ എനർജിയാണ് വന്നിട്ടുള്ളത് ദ എംപറർ ആൻഡ് എംപറസ്. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ അവർ നിൽക്കില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയല്ലോ, എന്നെ വിട്ടു പോയല്ലോ, എന്നോട് യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ല, എന്നോട് സ്നേഹമില്ല, അവർ തിരിച്ചു വരില്ല എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, അവർ തിരിച്ചു വരും. അവർ സത്യത്തിൽ ഇപ്പോൾ വിഷമിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയിൽ, ഒരു ലോസ് വരുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വഴക്കാണ്. കണ്ടോ, ഫൈവ് ഓഫ് വാൺസ് ആണ് കാണിക്കുന്നത്. അവിടെ വഴക്കാണ്. അവിടെ അവർ ഒരു ചീറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഭയപ്പെട്ടാണ് അവർ അവിടെ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ പാരൻസ് ആണ് തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ അവർ ഈ നിങ്ങളുടെ പേഴ്സണെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല, റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവരെ ചീറ്റ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കൊണ്ടുവരും എന്ന് തന്നെയാണ്. കാരണം അവർക്ക് അത്രയും ഒരു ആത്മാർത്ഥത നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കും. അവർ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കാം നമുക്ക്. ലേണിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവരെ ചീറ്റ് ചെയ്തതാണ്, ആരാണ് ഇവരെ ചീറ്റ് ചെയ്ത് അവരുടെ കൺട്രോൾ നിർത്തിയതാണ് എന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങളെ കോൾ ചെയ്യും, നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് തന്നെയാണ് കാണുന്നത്. തിങ്കിങ് എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇത് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്നത്, അത്രയും സ്ട്രോങ് കാർഡ്സ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്കത് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ടാട്ടോ
പിന്നെ ഡൗട്ട്, റിഗ്രറ്റ് എന്നാണ് പറയുന്നത്. അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, കാരണം അവർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിലുള്ള ഒരു റിഗ്രറ്റ് അവർക്കുണ്ട്, ഒരു പെയിൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. അവർ സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ലെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നു, നിങ്ങളൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റ് ഉണ്ട് എന്ന് കാണുന്നത്. ഫോർഗീവ് ചോദിക്കുകയാണ് അവർ, കാരണം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് അവർ പോയതിൽ അവർക്ക് വിഷമമുണ്ട്. അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ട്വിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത്. ചിലർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആയിരിക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അവരുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആളൊരു ബാഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തു, എന്നോട് അവർക്ക് സ്നേഹമില്ല എന്നുള്ളതൊക്കെ കരുതുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നീഡ് യു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം, അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കപ്പിൾസ് എനർജിയാണ് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെന്റിക്കിൾസും ക്യൂൻ ഓഫ് പെന്റിക്കിൾസും വന്നിട്ടുള്ളത്. എംപറർ ആൻഡ് എംപറസ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വാണ്ടിങ് എന്നാണ് പറയുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് വേണം. നിങ്ങളെ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നുള്ളതാണ്. ഒരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവർ ഒരു ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അവർ മാറി നിന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങൾ അവരെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ അവർ നിരപരാധിയാണ്, അല്ലെങ്കിൽ അവരങ്ങനെ അവരായിട്ട് പോയതല്ല, അവരൊരു ചീറ്റ് ചെയ്യപ്പെട്ട ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയതാണെന്ന് നിങ്ങൾ അവരെ വിശ്വസിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഏഞ്ചൽസ്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ വൈ, ലെറ്റർ എ, ലെറ്റർ ജെ, മകം, രേവതി, അശ്വതി, അനീഴം, മെയ്, ഏപ്രിൽ 1999, ലെറ്റർ യു, ഉത്രാടം, നവംബർ, ഒക്ടോബർ, തിരുവോണം, അവിട്ടം, 1990, പൂരാടം, പൂരുട്ടാതി, മൂലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.